പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ചൊല്ലുന്നു. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി? അല്പസമയം എൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വേദഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അബ്രഹാമിൻ്റെ അല്ലെങ്കിൽ സാറായുടെ ദാസിയായ ഹാഗാർ സാറായുടെ അടുക്കിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ താനുമായി സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെ നാം കാണുന്നു, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അതെണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇഷ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെ കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. ഇന്ന് പകൽ നിങ്ങളുമായി അല്പസമയം ഞാൻ എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ വേദഭാഗം വായിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗാർ സാറായുടെ അടുക്കിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ തന്നോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന ഭാഗമാണല്ലോ നാം വായിച്ചത്. അവിടെ നാം ഇങ്ങനെ കാണുന്നു, നീ ഗർഭിണിയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ്റെ പേര് ഇസ്മായിൽ എന്ന് നീ വിളിക്കണം. യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇസ്മായിൽ എന്ന് പേര് വിളിക്കണമെന്നാണ് നമ്മൾ വായിച്ചത്. ഞാനൊന്ന് പറയുന്നു, എന്തുകൊണ്ട് ഞാൻ ഈ വേദപുസ്തകം ആഴത്തിൽ സ്നേഹിക്കാനിട വന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ വേദപുസ്തകം ഇതൊരു പ്രവചന പുസ്തകമാണ്. ഇതിൽ എന്തൊക്കെ പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അതെല്ലാം അതുപോലെ നടന്നിട്ടുണ്ട്. ഇനി നടക്കാനുള്ളത് നടക്കുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിരചിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ നാം കണ്ടത്, യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അല്പസമയം ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ താഴ്ത്തിക്കെട്ടുവാനോ ആരെങ്കിലും ഉയർത്തുവാനോ അല്ല, മറിച്ച് ഈ ലോകത്തിലെ സനാതന സത്യമായ നിത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഈ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്ത മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലാണ്. തമിഴ്നാട് ബോർഡർ, വയനാട് തമിഴ്നാട് ബോർഡർ, സൂസമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പിതാവ് അബ്ദുൾ റഷീദ്, മാതാവ് ഫാത്തിമ, 3 സഹോദരങ്ങളുണ്ട്, ഗഫൂർ, ഷഫീർ, റിയാസ്. ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ, ജനിച്ച് വളർത്തപ്പെട്ട ആ സമയം മുതലേ ഞങ്ങളുടെ ഭവനത്തിനകത്ത് അടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും മതചിട്ടയിൽ വളർത്തപ്പെട്ടവരാണ് ഞങ്ങൾ. അതാത് സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോവുക, അങ്ങനെ ഇത്യാദി എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ഓർക്കുന്നു, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും വാപ്പയും ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിക്കാൻ തക്കവണ്ണം ഇടയായി. ഈ 1 മുതൽ 4 വരെ അവിടെ പഠിച്ചതിന് ശേഷം 5th സ്റ്റാൻഡേർഡിലേക്ക് ജോയിൻ ചെയ്യാനായി 4th സ്റ്റാൻഡേർഡ് പാസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മാനന്തവാടിയിലൊരു ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. എന്നാൽ എൻ്റെ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. അത് ഈ തീരുമാനമായിരുന്നു, എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും വയനാട്ടിലെ പ്രശസ്തമായൊരു യത്തീംഖാനയുണ്ട്, അഥവാ ഓർഫനേജ്, വയനാട് മുസ്ലിം ഓർഫനേജ് എന്ന് പറയും. ഈ ഓർഫനേജിലേക്ക് കൊണ്ടുപോയി വിടുവാൻ തക്കവണ്ണം ഇടയായി. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനന്ന് വളരെ കുഞ്ഞാണ്, ഞാനിങ്ങനെ ചിന്തിച്ചു, സാധാരണ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സന്ധ്യ ആകുന്ന സമയത്ത് തിരിച്ചു വരാം, അങ്ങനെയുള്ള പ്രതീക്ഷയോടൊക്കെയാണ് ഞാൻ അന്ന് എൻ്റെ പിതാവുമൊത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കടന്നു പോകാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ ആ ദിവസം തിരിച്ചു പോകാമെന്നുള്ള ചിന്തയോടെ ഞാൻ അവിടെ കടന്നു നിന്നു. അന്ന് പോകാൻ സാധിച്ചില്ല. പിന്നീട് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതായിരുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം. ഈ ആഗ്രഹം അടുത്ത 3 വർഷത്തേക്ക് നടന്നില്ല. കാരണം വേറെ ഒന്നുമില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു.
അല്പമല്ലാത്ത കുടുംബ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊന്നും വിസ്തരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇസ്മായിലിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും. കാട്ടുകഴുതയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, അതിൻ്റെ മുമ്പിലൂടെ നടന്ന അത് കടിക്കും, പുറകിലൂടെ നടന്ന അത് തൊഴിക്കും. നല്ല സ്വഭാവം. ജനിച്ച് വീഴുന്നതിന് മുന്നമേ തന്നെ ഇസ്മായിൽ എങ്ങനെ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുക. ഇതുപോലെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പൈതലായി ഞാൻ അവിടെ വളരുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ അത്ര നല്ല കൂട്ടുകാരനൊന്നുമല്ലായിരുന്നു. എന്നാൽ എൻ്റെ അധ്യാപകർക്ക് ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നാലും എല്ലാ രീതിയിലും ആരെയും കീഴ്പ്പെടാത്ത, എല്ലാവരോടും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡായി ഞാൻ അവിടെ വളർന്നു വരാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ, ആ ഓർഫനേജിലെ സ്റ്റേ എൻ്റെ ജീവിതത്തിൽ ഒരു വിധത്തിൽ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. കാരണം ആ ഓർഫനേജിൽ ഇരുന്നില്ലായിരുന്നുവെങ്കിൽ പലപ്പോഴും എനിക്ക് ഈ അനാഥരുടെയും അഗതികളുടെയും വേദന എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയില്ലായിരുന്നു. നാളുകൾ കഴിഞ്ഞു. 10th സ്റ്റാൻഡേർഡ് അവിടുന്ന് പാസ് ചെയ്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തിരിച്ചെൻ്റെ ഭവനത്തിലേക്ക് പോയി പ്രീ ഡിഗ്രിക്ക് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി മൂത്തുമ്മയുടെ അടുക്കൽ മാനന്തവാടിയിൽ വെച്ച് പഠിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എനിക്ക് വഴിയൊരുക്കി. 2 വർഷം ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് പഠിച്ചു. എൻ്റെ ക്ലാസ്സിൽ അനേക കൂട്ടുകാരുണ്ട്. അവരിൽ പലരും ക്രിസ്ത്യാനികളാണ്. എന്നാൽ എനിക്കറിയാവുന്ന ഒരേ ഒരു ക്രിസ്തീയ വർഗം എന്ന് പറയുന്നത് റോമൻ കാത്തലിക്സ് ആണ്. ഈ റോമൻ കാത്തലിക്സിനെ കുറിച്ച് ഞാൻ പലപ്പോഴും അവരോട് വാദിച്ചിട്ടുണ്ട്. കാരണം അവർ ഇതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ രൂപമൊക്കെ വെച്ച് ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് തെറ്റായ മാർഗമാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പല ഉത്തരങ്ങൾ പറയും. ഇതിനകത്തൊന്നും ഞാൻ തൃപ്തനല്ലായിരുന്നു. എന്നാൽ എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ, റോയ് എന്നാണ് അവൻ്റെ പേര്. ഈ കൂട്ടുകാരൻ എല്ലാ രീതിയിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. കാരണം ഞങ്ങളെല്ലാം ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ മാത്രം ഇതിനകത്തൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന ഞങ്ങൾ കണ്ടു. അവിടെ ഞങ്ങൾ പറയുന്ന കാര്യം ഇതായിരുന്നു, ഇവനേതോ വേറെ ഗ്രഹത്തിൽ നിന്നെല്ലാം വന്ന ഒരാളാണ്, ഇവനൊന്നും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ അവർ യൗവനകാലത്ത് അല്പമല്ലാത്ത ഈ ലോകമയമായുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നുകൊണ്ട് ഇവൻ മാറി നിന്നതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവനൊരു ദൈവ പൈതലായിരുന്നു. ഇവൻ, ഞാൻ ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ ഒരു മൂലയിലിരുന്ന് ഒരു പ്രത്യേക വിഷയത്തിൽ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കാരണം അതുപോലുള്ള ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയത്ത് എന്താണ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ലെങ്കിലും ആ ഒരു സമയത്ത് ഞാൻ ക്ലാസ്സിൻ്റെ ഒരു മൂലയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോയ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, ഇസ്മായിലെ സഹോദരൻ, നിനക്ക് എന്തു പറ്റി? വേറൊരു കൂട്ടുകാരും എൻ്റെ അടുക്ക് വന്നില്ല, ഈ ദൈവ പൈതലായ റോയ് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നാളെ നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാം. പിറ്റേ ദിവസം വളരെ പ്രതീക്ഷയോടെ ക്ലാസ് കഴിഞ്ഞ് അവനുമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. വീട്ടിൽ കടന്നു ചെന്നപ്പോൾ എനിക്ക് ആകെപ്പെടാൻ അത്ഭുതമായ കാരണം, കാതിലും കഴുത്തിലും ഇല്ലാത്ത 2-3 സഹോദരിമാരും, ക്ലീഷ് ചെയ്തിരിക്കുന്ന അപ്പച്ചൻ, കാതിലും കഴുത്തിലും ഇല്ലാത്ത ഒരു അമ്മച്ചി. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഏത് ലോകത്താണ് വന്നിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു. വൈകിട്ട് ഇവരെല്ലാവരും കൂടെ പായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അയ്യോ, 5 നേരം നിസ്കരിക്കുകയും അതുപോലെ ഖുർആൻ വായിക്കുകയും ചെയ്യുന്ന എനിക്ക് എങ്ങനെ ഇവരുമായിട്ട് മുട്ടുമടക്കാൻ പറ്റും? ആദ്യം ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തൊന്ന് മടിച്ചു നിന്ന എന്നെ ഏതോ ഒരു ശക്തി അവിടെ മുട്ടുമടക്കിപ്പിച്ചു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതിനുശേഷം ഒരു പാട്ടുപാടി ആരാധിച്ചു, വചനം വായിച്ചു. എന്നോടും വായിക്കാൻ പറഞ്ഞു. ഞാൻ ഏതാ ഭാഗം വായിച്ചതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇവർ വായിക്കാൻ പറഞ്ഞു, ഞാനും വായിച്ചു. അതിനുശേഷം ഈ വാത്സല്യ പിതാവ്, എല്ലാവരുടെയും പ്രാർത്ഥന കഴിഞ്ഞ് വാത്സല്യ പിതാവ് പ്രാർത്ഥിക്കാൻ കൊണ്ടു തുടങ്ങി. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചെന്ന് ഞാൻ കരുതുകയാണ്. എന്താ പ്രാർത്ഥിച്ചെന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, ഈ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്മായിൽ ഇസ്മായിൽ എന്ന് പറയുകയും ചെയ്യുന്നു, ഏങ്ങലടിച്ച് കരയുകയും ചെയ്യുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എന്നെ കാണുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കരയുന്നത്? ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അതുവരെയും എനിക്ക് വേണ്ടി കരയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ആ ഭവനത്തിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. പ്രീ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാൻ തക്കവണ്ണം ബത്തേരിയിൽ കോഓപ്പറേറ്റീവ് കോളേജ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കോളേജ് ജോയിൻ ചെയ്ത് പഠിക്കാൻ എൻ്റെ ദൈവമായ കർത്താവിനെ സഹായിച്ചു. ഞാനിപ്പോൾ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ കാര്യങ്ങളും എൻ്റെ ദൈവം അറിയാതെയല്ല സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ
ആ കോളേജിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് പോയപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. എൻ്റെ ക്ലാസ്സിൽ കുറേ കൂട്ടുകാരുണ്ട്, അവരെല്ലാം നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. ഞങ്ങളുടെ ഒരു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് അത്ര പൊട്ട ഇംഗ്ലീഷായിരുന്നു. അതുകൊണ്ട് എന്നാലും ഞാൻ ആവേശത്തോടെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് സീനിയറായിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്. ഇവർ കാതിലും കഴുത്തിലും ഒന്നും ഇല്ലാത്തൊരു സിസ്റ്ററാണ്. ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കുക ഇവർ പെന്തക്കോസ്തുകാരിയാണ്. ഇവർ എന്നോട് കൂട്ടുകൂടാൻ തുടങ്ങി. എനിക്ക് നല്ല കുറേ കൂട്ടുകാരുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല സൗഹൃദങ്ങളുള്ള നല്ല കൂട്ടുകാർ എനിക്ക് ആ ക്ലാസ്സിൽ വെച്ച് ലഭിക്കാനിട വന്നു. അതിലൊരു സഹോദരനാണ് മനു. അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ സഹോദരി, സീനിയറായിട്ട് പഠിക്കുന്ന സഹോദരി, എന്നെ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അല്പം നോട്ട്സൊക്കെ എഴുതി തരാൻ തുടങ്ങി. സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കൂട്ടായപ്പോൾ ഈ സഹോദരി എനിക്കൊരു ഇംഗ്ലീഷിൻ്റെ ഗിദെയൻസ് ബൈബിൾ ഗിഫ്റ്റ് തന്നു. ഖുറാനകത്ത് ഇങ്ങനെ പറയുന്നു, ഇഞ്ചീൽ എന്ന് പറയുന്നത് തിരുത്തപ്പെട്ട പുസ്തകമാണ്. നിങ്ങൾ യാതൊരു കാരണവശാലും അത് വായിക്കരുത്. തൗറാത്തുണ്ട്, സബൂറുണ്ട്, ഇഞ്ചീലുണ്ട്. ഖുറാൻ വന്നതോടുകൂടെ ഇതൊക്കെ കാലഹരണപ്പെട്ടുവെന്ന് ഖുറാൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഖുറാൻ ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, പൊന്നു ചേച്ചി, ഇത് ഞങ്ങൾക്ക് വായിച്ചുകൂടാ, കാരണം ഇത് തിരുത്തപ്പെട്ട പുസ്തകമാണ്, ഇത് ഹറാമാണ്, ഞങ്ങൾ വായിച്ചാൽ ഞങ്ങൾ കാഫിറായി പോകും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എടാ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഞാൻ പറഞ്ഞു പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നീ വേദപുസ്തകം വായിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഈ വേദപുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ഈ വചനം ഏതുദ്ദേശത്തോടുകൂടി ഒരു വ്യക്തി തൊട്ടാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. കാരണം ഈ വചനം എഴുതിയത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ഒരു വചനമാകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം എഴുതപ്പെട്ട വചനമാകൊണ്ട് അത് ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാക്കുവാൻ കാരണമാകും എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്തെന്നറിയാമോ, ഈ വേദപുസ്തകം ആദ്യമൊന്നും മനസ്സിലായില്ല, എന്താ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പലയാവർത്തി വായിക്കും തോറും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ സത്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ ചേച്ചി എന്നെ ICPF വർക്ക് ചെയ്യുന്ന ജേക്കബ് കുരുവിള, അന്നമ്മ ജേക്കബ് എന്ന് പറയുന്ന ഒരു കുടുംബം നടത്തുന്ന ഒരു കോളേജ് യൂത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം എന്നെ കൊണ്ടുപോകാനിടയായി. അവിടേക്ക് പോയപ്പോൾ അവരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന അങ്കിളാണ്, കാതിലും കഴുത്തിലും ഇല്ലാത്ത ആൻറ്റിയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പെന്തക്കോസ്തുകാരാണ്. ഞാൻ അവരുടെ അടുക്കൽ പോയി. അങ്ങനെ ആദ്യമായിട്ട് അവരുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ യേശുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കുറേ കുട്ടികളുണ്ട്. സാധാരണയായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചും യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ അവർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആ ക്ലാസ് നല്ലതായിട്ട് ഇഷ്ടമായി. ആ ക്ലാസ്സിന് ശേഷം ഈ അങ്കിളും ആൻറ്റിയുമായിട്ട് സംസാരിപ്പാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായി ഞാൻ അവിടെ നിന്നു. എല്ലാം സംസാരിച്ചതിന് ശേഷം ഈ ആൻറ്റി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, ഇസ്മായിലെ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു, ആൻറ്റി പ്രാർത്ഥിച്ചു. നിങ്ങൾ യേശുവിനോടായിരിക്കും പ്രാർത്ഥിക്കുക, പക്ഷേ ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കരം കോർത്തു പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എങ്ങനെ ചിന്തിച്ചു, പണ്ട് റോയുടെ പപ്പ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ അങ്കിളും ആൻറ്റിയും ആദ്യമായിട്ട് കാണുന്നത്, ഇവരെന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നു, കണ്ണുനീരിന് വിലയും. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവരേങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ തന്നെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ആൻറ്റിയോട് പറഞ്ഞെന്ന് ആൻറ്റി പിന്നീട് പറഞ്ഞു, ഇത് കർത്താവിന് വേണ്ടിയുള്ള വ്യക്തിയാണ്. ഈ ആൻറ്റി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എന്നോട് പറയാനോട് വന്നു. എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭവനത്തിനകത്ത് നടന്ന സകല പ്രശ്നങ്ങളും ഈ കാര്യങ്ങളെല്ലാം ഈ ആൻറ്റി വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് വാസ്തവം മനസ്സിലായി, ഇവരുടെ ഇടയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് പോയി, വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോട് അനേകരോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ട്, നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോകാം. എൻ്റെ കൂട്ടുകാരിൽ പലരും അവരുടെ അടുക്കിലേക്ക് വന്നു. ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക കൂട്ടുകാർ അവിടെ ചെന്നു. അവിടെ ഇവരുടെ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തു. അവർക്കെല്ലാം അവരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞങ്ങൾ ഇവരുടെ ഭവനത്തിലേക്ക് പോകാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ഭവനത്തിൽ ഞാൻ ആദ്യമായി കടന്നു പോയപ്പോൾ ആൻറ്റി
അവർക്ക് നല്ല ഞെരുക്കമുണ്ട്, ഇപ്പോഴും എനിക്കതറിയാം. എന്നാൽ ആദ്യമായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് അവർ ഒരുക്കി വെച്ചു. ഞാനങ്ങനെ ചിന്തിക്കാനിട വന്നു. എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുക ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫുഡ് ഐറ്റം അവരുണ്ടാക്കി വെച്ചു. പിന്നീട് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി, എൻ്റെ ഹൃദയം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ട് ചെയ്തതാണ്. പറയാൻ വന്നത്, ചെറിയൊരു കാര്യം പോലും, വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലും ശ്രേഷ്ഠമായിട്ട് ചെയ്യുന്ന കർത്താവാണ്. കാരണം സങ്കടത്തെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ ഹൃദയത്തിലെ ഞെരുക്കങ്ങളെ അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെയും എൻ്റെ ദൈവം വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി അന്നു മുതലേ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ ആൻറ്റിയുടെ അടുക്കിലേക്ക് പോയി, ഞങ്ങളുടെ ആൻറ്റിയുടെ അടുക്കിലേക്ക് പോയി. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ അവിടേക്ക് ഓടി ചെല്ലും. അവിടെ ഞാൻ ഈ കൂട്ടുകാരെയും കൊണ്ട് ചെല്ലും. അവിടെ അവർ തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കഴിക്കും, അവരുമായിട്ട് സംസാരിക്കും, അങ്ങനെ തിരിച്ചു പോകും. പല മാസങ്ങൾ ഇതുപോലെ കടന്നുപോയി. ഞാൻ പ്രതീക്ഷിക്കുക, എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു, എടാ നീ അവിടേക്ക് പോയാൽ അവരെന്നോട് സുവിശേഷം പറയുന്നതന്നെ അവർ ക്രിസ്ത്യാനിയാക്കും. ഞാനിങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ ക്രിസ്ത്യാനിയാക്കുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വാശിയോടെ ഞാൻ അവിടെ കടന്നു ചെന്നതാണ്. 3 മാസം ഞാൻ അവിടെ കടന്നു ചെന്നിട്ടും എന്നോട് അവർ യേശുവിനെ കുറിച്ചൊരു വാക്കും പറഞ്ഞില്ല. അവസാനം സഹി കെട്ട് ഞാൻ അവരോട് ചോദിച്ചു, ആൻറ്റി, അവരുടെ ലൈബ്രറിയിൽ ഒരു ഖുറാനുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾ എന്തിനാ ഈ ഖുറാൻ എന്തിനാ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മോനെ, ഇത് എല്ലാ പുസ്തകങ്ങളുടെ കൂട്ടത്തിലും ഞാനിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഞങ്ങളുടെ ഖുറാൻ നിങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്? എനിക്ക് യേശുവിനെ കുറിച്ചൊന്ന് അറിയണം. അവർ ആ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ അവർ യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. വലിയ സന്തോഷമായി. അത് കേട്ടിട്ട് എനിക്ക് ആദ്യം അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം യേശു ദൈവപുത്രനാണ്, യേശുവിലൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ പറ്റൂ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു സ്വർഗമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാർഗമല്ല, സത്യമാർഗമല്ല എന്നാണ് യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്. കാരണം അവൻ വെറുമൊരു പ്രവാചകനാണ്, ഇവൻ ഒരിക്കലും രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ജീവനുള്ള ദൈവമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഈ യേശുവിനെ കുറിച്ച് പലയാവർത്തി പല കാര്യങ്ങൾ താനിങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരുമായിട്ട് ഒരുപാട് തർക്കിച്ചു. ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തോട് താല്പര്യമില്ല, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ ആ ഭവനത്തിൽ നിന്ന് പോയി. പിന്നെയും എനിക്ക് സ്വന്തം ഭവനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ആ ഭവനത്തിൽ പോയിരിക്കും തോറും ഹൃദയത്തിനകത്ത് പ്രേരണ തോന്നും, എത്രയും പെട്ടെന്ന് അങ്കിളുടെ ആൻറ്റിയുടെ അടുക്കിലേക്ക് പോകണം. ആൻറ്റിയുടെ അടുക്കിലേക്ക് പോയി അവർ തരുന്ന ഫുഡ് കഴിക്കും, അവരൊരുക്കി വെച്ചിരിക്കുന്ന കട്ടിലേ ഞാൻ കിടക്കും. പക്ഷെ അവരെ ഞാൻ ഉറക്കത്തില്ല. പലപ്പോഴും പാതിരാത്രി 1 മണി 2 മണി വരെയൊക്കെ അവരുമായിട്ട് തർക്കിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ സഹിഷ്ണുതയോടെ എന്നെ കൈക്കൊണ്ട എൻ്റെ പ്രിയ അങ്കിളും ആൻറ്റിയെയും കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഞാൻ ആദ്യം പറഞ്ഞ മനു, ബിനു, ഷംന, ഇതുപോലുള്ള പല കൂട്ടുകാർ കർത്താവിനെ അറിഞ്ഞു. അവർ മനുവും ബിനുവും ഒക്കെ കത്തോലിക്കക്കാരായിരുന്നു. ഷംന ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗം സ്വീകരിച്ചൊരു വ്യക്തിയാണ്. ഇവരെല്ലാം സ്നാനപ്പെടുവാൻ തീരുമാനിച്ചപ്പോൾ എന്താ സ്നാനം എന്നറിയണമല്ലോ, ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുക്കിലേക്കൊന്ന് പോയതാണ്. അവരുടെ അടുക്കിലേക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടുകാർ ആരാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. അവർ യേശുവിനെ അറിഞ്ഞതിന് മുമ്പ് എങ്ങനെയുള്ള വ്യക്തികളായിരുന്നെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. എനിക്കിപ്പം എന്താണ് രക്ഷ, ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് വലിയ പ്രതിപത്തിയൊന്നും എനിക്കില്ലായിരുന്നെങ്കിലും എൻ്റെ കൂട്ടുകാർ സ്നാനപ്പെടുന്ന കാണാൻ വേണ്ടി ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ സ്നാനക്കടവിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടായിരുന്ന ദൈവത്തിൻ്റെ തേജസ് അതെൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് എന്തോ സത്യമുണ്ട്. കാരണം ഇവരുടെ മുഖത്ത്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അവരനുഭവിക്കുന്ന ദൈവിക സമാധാനവും സന്തോഷം കണ്ടപ്പോൾ, അവർ പ്രത്യേക തേജസ് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായൊരു ഒരു തള്ളലുണ്ടായി. അതിനുശേഷം അവരുടെ ആ കൊച്ചുകൂട്ടത്തിൽ ആദ്യമായിട്ട് അവർ സ്നാനപ്പെട്ട് തിരുവത്താഴ് ശുശ്രൂഷ എടുക്കാനായിട്ട് അവർ കൂടി വന്നപ്പോൾ അവിടെ ഞാനും കടന്നുപോയി. തിരുവത്താഴ് ശുശ്രൂഷ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദാസൻ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, സാധാരണയായിട്ട് പറയാറുള്ളത് അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു, ഇത് കാണിക്കുന്നത് അനേകർ ഇതിനകത്ത് ഭാഗവാക്കാകാനുണ്ടെന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ അന്ന് ആ ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു. ഇത് കാണിക്കുന്നതെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ അവസാനത്തെ ചാൻസ്, ഇന്ന് നീ കർത്താവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ ആ കൊച്ചു റൂമിനകത്ത് ഞാനും 2-3 കുഞ്ഞുങ്ങളും ഒഴികെ കർത്താവിനെ അറിയാത്തവരായിട്ട് വേറെ ആരുമില്ല. എനിക്ക് മനസ്സിലായ ദൈവം എന്നോടാണ് സംസാരിക്കുന്നത്. ആരോടും യാത്ര പറയാതെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് തിരക്കേറിയ ബസ്സിലിരുന്ന്
സർവശക്തനായ ദൈവത്തോട്, അന്ന് ഞാൻ ആരാധിച്ചിരുന്ന ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, ഞാൻ കഴിഞ്ഞ 19 വർഷങ്ങളായി ജനിച്ചു വളർന്ന നാൾ മുതൽ നീ ദൈവമാണെന്ന് പഠിച്ചു വളർന്ന ആ വ്യക്തിയാണ്. എനിക്കറിയാം നീ ആ ദൈവം. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇന്ന് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇവർ പറയുന്നു യേശുവിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല, യേശു മാത്രമാണ് യഥാർത്ഥ വഴി, യേശുവാണ് യഥാർത്ഥ സ്നേഹം. ഇവർ പറയുന്നു, എന്താണ് സത്യമെന്ന് നീ എന്നോട് പറയണം. ഞാൻ പ്രാരംഭത്തിൽ വായിച്ച വേദഭാഗം നിങ്ങൾ ഓർക്കുന്നല്ലോ, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ടവൻ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ കേൾക്കുന്നവനാണ്. ഈ ദൈവം ഒരിക്കലും സങ്കടങ്ങളെ കേട്ട് മൗനമായിട്ടിരിക്കുന്നവനല്ല, അവൻ കേൾക്കുന്നു, അതിന് ഉത്തരമരുളുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാനങ്ങനെ ഹൃദയ നുറുക്കത്തോടെ ആ ബസ്സിനകത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈ സർവശക്തനായ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു, എന്നോട് സംസാരിച്ചു. യേശു എന്നോട് പറഞ്ഞു, ഇസ്മായിലെ, നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ നീ തുറക്ക്, വായിക്ക്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ വചനം എൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ പതിഞ്ഞു. ഏവർക്കും എന്ന് പറയുമ്പോൾ മുസൽമാനായിരുന്ന എനിക്കും പറ്റുമല്ലോ. അങ്ങനെയെങ്കിൽ യേശുവെ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് വരണമേ. 1999 ഡിസംബർ 9 5:45 എൻ്റെ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിൽ കർത്താധികർത്താവായി രാജാധിരാജാവായി വരുവാൻ തക്കവണ്ണമിടയായി. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, എനിക്ക് തിരിച്ചറിയാൻ പറ്റി, എൻ്റെ യേശു, ഈ ഉലകത്തെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച ഹല്ലേലൂയ ആ ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്നു. ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സമാധാനം, അത് ഒരിക്കലും വർണ്ണിക്കുവാൻ കഴിയാത്ത സമാധാനമാണ്. സാധാരണയായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് അനിയന്മാരോട് വഴക്കിടുന്ന പതിവുണ്ട്. സാധാരണയായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ദേഷ്യ സ്വഭാവത്തോടെ കടന്നു ചെല്ലുന്ന പതിവുണ്ട്. എന്നാൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മയോട് സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കാൻ, എൻ്റെ അനിയന്മാരോട് സ്നേഹത്തോടെ, അവരോട് വളരെ സ്നേഹത്തോടെ അവരോട് ഇടപെടാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു, യേശുവിൻ്റെ സ്നേഹം എല്ലാവരും രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. അതിനുശേഷം പിന്നീട് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് എനിക്ക് ബൈബിൾ തന്ന ആ സഹോദരിയെ ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയെ ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഈ സഹോദരിയുടെ ചർച്ചിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ആദ്യമായിട്ടൊരു സൺഡേ ആരാധനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ പ്രിയ പാസ്റ്റർ ജോസ് മാടശ്ശേരി, അദ്ദേഹം ഇതുപോലെ എന്താണ് രക്ഷ, എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയത എന്നുള്ളതിനെക്കുറിച്ച് ഒരാമുഖമായി ഒരു നല്ലൊരു മെസ്സേജ് പറയാൻ തക്കവണ്ണമിടയായി. അപ്പോഴാണ് വാസ്തവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാലെന്ന് മനസ്സിലാക്കാനിടയായത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് മരിച്ച് അടക്കപ്പെട്ട ഈ യേശു കർത്താവിലൂടെ അല്ലാതെ എനിക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയില്ല, പിതാവായ ദൈവത്തോട് അടുക്കാൻ കഴിയുകയില്ലെന്ന് എനിക്കന്ന് ബോധ്യമായി. അന്ന് കണ്ണുനീരോടുകൂടെ എൻ്റെ പാപങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എൻ്റെ കർത്താവിനെ സുന്ദരക്ഷിതാവായി സ്വീകരിക്കാൻ കർത്താവിനെ സഹായിച്ചു. അന്ന് ആ ചർച്ചിൽ വെച്ച് എൻ്റെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി എന്നെ സമർപ്പിക്കാൻ തക്കവണ്ണമിടയായി. അതിനുശേഷം പ്രിയ അങ്കിളിനും ആൻറ്റിയും ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ ചർച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പോരാൻ തുടങ്ങി. ഏകദേശം 3 മാസം കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഹൃദയത്തിൽ ബോധ്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടാൻ തന്നെ കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ സ്നാനമാണ്. എനിക്ക് മനസ്സിലായി, പാപത്തിൽ മരിച്ച് ജീവിച്ചിരുന്ന എനിക്ക് പുതുജീവൻ തന്ന കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചേ പറ്റും. ഞാൻ ഈ ആഗ്രഹം പാസ്റ്ററുമായിട്ട് സംസാരിച്ചു, അങ്കിളും ആൻറ്റിയുമായിട്ട് സംസാരിച്ചു. ഈ പാസ്റ്റർ എന്നെ ബത്തേരിയിൽ ഒരു മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ക്വയറിൽ അവിടെ വെച്ച് എനിക്ക് സ്നാനപ്പെടുവാൻ തക്കവണ്ണം, നാലാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് സ്നാനപ്പെടാൻ തക്കവണ്ണം ഇടയായി. വളരെ രഹസ്യമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചെറുതായിട്ടുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അധികമൊന്നും അവരുടെ മതചിട്ടകൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ കടന്നു പോകത്തില്ലായിരുന്നു. നിസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ കടന്നു പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സംശയമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നു, ചിലരൊക്കെ ഇങ്ങനെ ഉമ്മയോടും ജ്യേഷ്ഠനോടും ഒക്കെ പറഞ്ഞു, അവൻ മത്തായിയായി, അവൻ ക്രിസ്ത്യാനിയായി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്. ഈ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെ താമസിച്ച് വീട്ടിലേക്ക് പോകത്തുള്ളൂ.
വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് താമസിച്ച് ചെല്ലും, ഏറ്റവും ലാസ്റ്റ് ബസ്സിന് ചെല്ലും, എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലത്തുള്ളൂ. കാരണം ഇവരുടെ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ മടിച്ചിട്ട് തന്നെ ഞാനത് ചെയ്തത്. ഉമ്മ പലപ്പോഴായിട്ട് ഇങ്ങനെ ചോദിച്ചു, മോനെ നീ ക്രിസ്ത്യാനിയായെന്ന് കേൾക്കുന്നു, നീ മത്തായിയായെന്ന് കേൾക്കുന്നു, അത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാനിപ്പോഴും ഇസ്മായിൽ തന്നെയല്ലേ, ഞാൻ ഉമ്മയുടെ ഇസ്മായിൽ തന്നെയാണ്. പക്ഷേ സ്നാനപ്പെട്ടതിന് ശേഷം എന്നെ സ്നാനപ്പെടുത്തുവാൻ കൊണ്ടുപോയ ഡ്രൈവർ, വണ്ടിയുടെ ഡ്രൈവർ ഒരു മുസൽമാനായിരുന്നു ഞാൻ കരുതുക. സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഈ കാര്യം പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ വളരെയധികം കോപാകുലനായി, എന്നെ നല്ലതായിട്ട് സ്നേഹിക്കാൻ കരുതുകയും ചെയ്യുന്ന ജ്യേഷ്ഠനാണ്. അവന് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. കാരണം അത് അവന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് അവനോട് ആദ്യം ഒന്നും സംസാരിച്ചില്ല. പിന്നീട് എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ ഒരു ദിവസം തിരിച്ച് കോളേജിലേക്ക് കടന്നു പോകാനായിട്ടിരുന്നപ്പോൾ ആസ് യൂഷ്വൽ പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്നു, റെഡി ആവുന്നു, കോളേജിലേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്ത് വെളിയിലിറങ്ങിയപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു ആൾക്കൂട്ടത്തെ കണ്ടു. ഞാൻ നല്ലതായി സ്നേഹിക്കുന്ന, എന്നെ നല്ലതായിട്ട് അറിയാവുന്ന എൻ്റെ നാട്ടിലെ പ്രിയമുള്ളവരാണ് അവിടെ കടന്നതും. പള്ളിയിലെ കമ്മിറ്റിക്കാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പഠിപ്പിച്ച ട്യൂഷൻ എടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാം മധ്യത്തിൽ വെച്ച് എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു. എൻ്റെ ആൻറ്റിമാരും അങ്കിളുമാരെല്ലാവരും ചുറ്റുപാടുമുണ്ട്, അനിയത്തിമാരെല്ലാവരും, കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു, ഇസ്മായിൽ ഇവരെല്ലാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നോടൊരു കാര്യം ചോദിക്കാനാണ്. ഇവർ പറയുന്നു നീ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ, അത് ക്രിസ്ത്യാനി ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉമ്മ പറഞ്ഞതാണ്. നീ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ നീ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ കർത്താവിനെ ഏറ്റുപറയാത്തവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാനും തള്ളി പറയാം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വാക്യശകലം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഉടനെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കേട്ടത് ശരിയാണ്. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന യേശുവിലാണ്. യേശു മാത്രമേ ജീവനുള്ള ദൈവമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞത് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. ഉമ്മ കണ്ണുനീരോടുകൂടെ അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ ഒരു ആൻറ്റി വലിയൊരു കമ്പെടുത്ത്, ഞാൻ ഓർക്കുന്നുണ്ട്, വലിയൊരു കമ്പെടുത്ത് തന്നെ അടിക്കാൻ വന്നു. അടിച്ചു. വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പം കൂടി വന്നവർ പറഞ്ഞു, അവനെ തൊട്ടുപോകരുത്, അവൻ ഈ രാജ്യത്തിലുള്ളൊരു പൗരനാണ്, അവനറിയാം എങ്ങനെ കാര്യങ്ങളെന്ന്. അവനെ നിങ്ങൾ ഇവിടെ വെച്ച് അടിക്കാനോ ഉപദ്രവിക്കാനോ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നെ ചോദ്യം ചെയ്യാമെന്നവർ തന്നെ എന്നെ രക്ഷിച്ചു. അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവരുടെ മൂപ്പനായിരുന്ന ഒരാളെങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവൻ തിരിച്ച് മുസൽമാനാക്കുന്നത് നിങ്ങളുടെ കടമയാണ്. അവന് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അവനെ മുസൽമാനാക്കണം, അത് നിങ്ങളുടെ കടമയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയി. പക്ഷെ അവരാരും എന്നെ ഉപദ്രവിക്കാൻ വന്നില്ല. എന്നാൽ അതേ സമയത്ത് എൻ്റെ വേറൊരു ആൻറ്റി വെട്ടുകത്തിയുമായിട്ട് എന്നെ വെട്ടാൻ തക്കവണ്ണം ഓടി വന്നു. ഒരുപാട് ഉന്തും വലിയും തള്ളുമൊക്കെ ഉണ്ടായെങ്കിലും ഉടനെ എൻ്റെ ഉമ്മ എന്നെ പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ ഒരു ചെറിയ അപ്പ കഷ്ണവും വെച്ച് എന്നോട് പറഞ്ഞു, മോനെ നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോക്കോ, ഞാൻ പിന്നെ നിന്നെ വിളിക്കുന്ന സമയത്ത് വന്നാൽ മതി. അങ്ങനെ വളരെ വേദനയോടെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി തിരിച്ച് അങ്കിളിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വളരെ കണ്ണുനീരോടുകൂടെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കുഞ്ഞനിയനെ കണ്ണ് ഞാൻ ഓർക്കുന്നു. അവൻ്റെ പുറത്ത് തട്ടിയിട്ട് മോനെ എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലടാന്ന് പറഞ്ഞ് പോകുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു, റിയാസിനോട്. അത് കഴിഞ്ഞ് തിരിച്ച് അങ്കിളിൻ്റെ അടുക്കിലേക്ക് വന്നു. പിന്നെ അവിടെ ഞാൻ ഒളിച്ച് താമസിക്കാൻ തക്കവണ്ണം തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മാതാവ് എന്നെ വീണ്ടും തിരിച്ചു വിളിച്ചു. ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ മോനെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് നീ ഒന്നുകൂടെ വരണം. അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ പോകുന്ന തെറ്റിലേക്കാടാ, നീ പോകുന്ന നിൻ്റെ മാർഗം ശരിയല്ല, അവർ നിന്നെ ചതിച്ചതാടാ, നീ തിരിച്ചു പോകാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ എങ്ങനെ പോയാലും എനിക്കൊരു കാര്യം അറിയാം, ഉമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അറിഞ്ഞിരിക്കുന്ന ഈ യാഥാർത്ഥ്യം, ഈ സത്യം, ഇത് മാത്രമാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരത്തില്ല. അവരൊരുപാട് കരഞ്ഞു, ഒരുപാട് കരയും പിഴയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനകത്ത് വീഴുന്നില്ല എന്ന് കണ്ടപ്പം എൻ്റെ കയ്യിൽ മഷിയിട്ട് നോക്കിയിട്ട് വേറൊരു ആൻറ്റിയുമായിട്ട് മഷിയിട്ട് നോക്കിയത്. ആൻറ്റി പറഞ്ഞു, ഇവനെ തിരിച്ചു കിട്ടത്തില്ല, അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുക, സത്യത്തിൽ തിന്മയിൽ നിന്ന് സത്യമാർഗത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷെ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് പിന്നീട് ഇപ്പോഴെനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും, എൻ്റെ യേശു കർത്താവ് ഹല്ലേലൂയ സകലത്തിനും മേലായ ദൈവമാണ്. അവനെ കൊണ്ട് സകലവും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തിന്മയ്ക്കും നമ്മുടെ ജീവിതത്തെ തൊടുവാനോ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാനോ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ ഞാൻ ആ ഭവനത്തിൽ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ അവസാനം എന്നെ ശപിച്ചിട്ട് പറഞ്ഞു വിട്ടു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കാണാൻ പോലും നീ വരരുത്.
അന്ന് കണ്ണുനീരോടുകൂടെ. അന്നൊക്കെ എനിക്ക് നല്ല സങ്കടമായിരുന്നതൊക്കെ കേട്ടപ്പോൾ. പക്ഷേ എവിടെ നിന്നറിയാത്ത കരയുന്നുണ്ടെങ്കിൽ ഏങ്ങലടിച്ച് കരയുന്നുണ്ടെങ്കിൽ തകർന്നവനായിട്ട് പോരുന്നെങ്കിലും എൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തി ഉറപ്പിച്ച് നിർത്തിയ ആ ദൈവത്തിൻ്റെ സമാധാനത്തിനാണ് ദൈവത്തിനെ ഞാൻ സ്തോത്രം ചെയ്യുക. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ എൻ്റെ കർത്താവിനെ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദൈവിക സമാധാനത്താൽ എൻ്റെ കർത്താവിനെ നിറച്ചു. ഞാൻ തിരിച്ച് എൻ്റെ അങ്കിളും ആൻറ്റിയുടെ അടുക്കിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അങ്കിളിനോട് ആൻറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ 3 മാസം ഒരു ലോഡ്ജിൽ 3 ആഴ്ചയിൽ ഒരു ലോഡ്ജിൽ ഒളിച്ച് താമസിപ്പിച്ചു. അതിനുശേഷം അവരുടെ ഭവനത്തിന് തന്നെ മച്ചിൻ്റെ പുറത്ത്, തട്ടിൻ്റെ പുറത്ത്, പഴയ വീട്, ഓടിട്ട വീടാണ്, ഈ മച്ചിൻ്റെ പുറത്ത് എന്നെ ഒളിപ്പിച്ച് താമസിച്ചു. അവരെന്നോട് പറഞ്ഞു, ഇനി മോനെ ഒരു കാരണവശാലും വെളിയിലേക്ക് പോകരുത്. എൻ്റെ ഈ കൂട്ടുകാരന്മാർ മനുവും ബിനുവും ഞാൻ പോകുന്നിടത്തിലൊക്കെ എൻ്റെ ബോഡി ഗാർഡ്സായിട്ട് വരും. ആരും കാണാതെ അവരാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കോളേജിലേക്ക് പോയാൽ അതുപോലെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ വളരെയധികം റിസ്ക് ആ സഹോദരന്മാർ എനിക്ക് വേണ്ടി എടുത്തു. അങ്ങനെ ഈ വീട്ടിൻ്റെ മച്ചിൻ്റെ പുറത്ത് ഞാൻ താമസിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വിസ്തരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്നെ അന്വേഷിച്ച് അനേകർ കടന്നു വന്നതായിട്ട് ഞാൻ കേട്ടു. എന്നാൽ ആ മച്ചിൻ്റെ പുറത്തു നിന്ന് ഞാൻ ഇറങ്ങുന്നത് രാത്രിയാണ്. രാത്രി ഇറങ്ങും. പിന്നെ എല്ലാവരും പോയതിന് ശേഷം രാത്രി ആ മച്ചിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങും. കുറേ കുപ്പിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് ആ കുപ്പി രാത്രിയാണ് കാലിയാക്കുന്നത്. അതുപോലുള്ള കുറേ അനുഭവങ്ങളൊക്കെ കർത്താവ് എനിക്ക് തന്നു. അതിനൊക്കെ ആയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഭവങ്ങളൊക്കെ ഞാൻ എന്തുകൊണ്ട് പങ്കുവയ്ക്കുന്നു എന്ന് വെച്ചാൽ, ഈ ക്രിസ്തു എന്ന് പറയുന്ന ആ നിധി, അത് ഏറ്റവും വിലയേറിയ നിധിയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം മത്തായി സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു ഉപമ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു വയലിൽ ഒരു നിധി കണ്ടു. ആ നിധി കണ്ടിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ഈ നിധി എടുക്കാൻ വേണ്ടിയിട്ട് താൻ പോയി. നിധി വാങ്ങാൻ വേണ്ടി തനിക്കുണ്ടായിരുന്ന സകലതും വിറ്റു. വയലിൽ ആ നിധി. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ലോകരക്ഷകനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ആ അങ്കിളും ആൻറ്റിയുടെ ഭവനത്തിൽ വെച്ച് ഞാൻ അറിയാനിട വന്നു. പല ആവർത്തി എൻ്റെ ഉമ്മയും സഹോദരങ്ങളും അവിടെ കടന്നു വന്ന് അന്വേഷിച്ചുകൊണ്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കി, പലരും എന്നെ പിടിച്ചുകൊണ്ടു പോകാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ശ്രമങ്ങളുണ്ടായി. അവരെന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, പ്രാണൻ്റെ അധികാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. അവൻ ഒരിക്കലും നമ്മെ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു, ഇത്രമാത്രം നിലനിർത്തി. 2000 മാർച്ച് 9 ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. അതിനുശേഷം 2000 ഏപ്രിൽ 3 എൻ്റെ അങ്കിളും ആൻറ്റിയും ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ICPFൻ്റെ പല ക്യാമ്പിൽ പങ്കെടുക്കാൻ തക്കവണ്ണം ഇടയായി. പല ക്യാമ്പ്സിൽ ഞാൻ പങ്കെടുത്തു. ആ ക്യാമ്പുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് രൂപാന്തരങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ക്യാമ്പിൽ 1999 ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തനായ ഡോക്ടർ K മുരളീധർ അവിടെ വന്ന് ക്ലാസ് എടുത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. ആദ്യമായിട്ടാണ് ആ ക്യാമ്പിന് പങ്കെടുക്കുന്നത്. അന്ന് ശരിക്കൊരു തെറിച്ച ചെറുക്കനായതുകൊണ്ട് ഒരു ഇച്ചിരി കുസൃതി തരങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഈ കർത്താവിൻ്റെ ദാസൻ അവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തമിഴ് ആക്സെൻറ്റഡ് മലയാളമാണ് താൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ കമൻ്റൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഇത് മലയാളം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ആളാണോ പ്രസംഗിക്കുന്നതെന്നൊക്കെ അല്പമല്ലാത്തൊരു കമൻ്റൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, ഈ വലിയ ദൈവദാസൻ്റെ ആ സ്ഥാപനത്തിലേക്ക് എൻ്റെ കർത്താവ് എന്നെ അയച്ചു. 1 വർഷത്തേക്ക് ഞാൻ അവിടെ പോയതാണ്. പക്ഷെ നീണ്ട 11 വർഷക്കാലം എൻ്റെ ദൈവമായ കർത്താവ് എന്നെ അവിടെ നിർത്തി. 1 വർഷം എനിക്ക് എൻ്റെ ലിറ്ററേച്ചറിൻ്റെ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു വർഷം, ആദ്യത്തെ 1 വർഷം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ തുടങ്ങിയിരുന്ന ഒരു എലിമെൻ്ററി സ്കൂളിൻ്റെ ഒരു കൊച്ചു ഭാഗമായിട്ട് ഞാനും അവിടെ കൂടി. ആ സ്കൂൾ വളർന്നു വന്നു. അത് 10th വരെയുള്ള ഒരു നല്ലൊരു ഹൈസ്കൂളാക്കി കർത്താവ് അതിനെ ഉയർത്തി. ട്രൈബൽ മിഷൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സ്കൂൾ വളരുന്നതിനനുസരിച്ച് കർത്താവ് എന്നെ അവിടെ വളർത്തി. ആദ്യമൊക്കെ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുവാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നു. വചനം ആർത്തിയോടെ വായിച്ചു. പലയാവർത്തി ബൈബിൾ വായിച്ചു തീർക്കാൻ കർത്താവ് സഹായിച്ചു. പക്ഷെ അവിടെ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഞാനൊരു ഇറിറ്റേറ്റഡ് ആയുള്ള ഒരാളായിരുന്നു. വളരെയധികം ആരെയും കീഴ്പ്പെടാനോ ആരെയും മനസ്സിലാക്കാനോ കഴിയാത്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിട്ട് ഞാൻ അവിടെ വളർന്നു. പക്ഷേ ദൈവമായ കർത്താവിൻ്റെ ജീവിതത്തെ അവിടെ വെച്ച് മോൾഡ് ചെയ്യാൻ തക്കവണ്ണം ഇടയായി. അവിടെ പടിപടിയായ കർത്താവിന് ഉയർത്തിയാനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല രീതിയിൽ ഒരു ജീവിതം കർത്താവ് എനിക്ക് അവിടെ തന്നു. നീണ്ട 9 വർഷം ഞാൻ അവിടെ താമസിക്കുന്നത് വേറെ ആരും അറിഞ്ഞില്ല. ഏകദേശം
2000 മുതൽ 2009 ആരംഭം വരെ ഞാൻ അവിടെ ഒളിച്ച് താമസിക്കുന്ന രീതിയിൽ തന്നെ താമസിച്ചു. വേറെ എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ കൂട്ടുകാർക്കോ ഞാൻ എവിടെയാണെന്ന് അറിയത്തില്ല. മനുവിനറിയാം, അങ്കിളും ആൻറ്റിക്ക് അറിയാം. ഇതിൽ അപ്പുറമായിട്ട് വേറെ ആർക്കും ഞാൻ എവിടെ ഉള്ളതെന്ന് അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് 2008 അവസാനത്തിൽ 2009 ബിഗിനിങ്ങിൽ ഞാനിങ്ങനെ എൻ്റെ ഭവനത്തെക്കുറിച്ച് കേട്ടു. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമുണ്ടായി. എൻ്റെ ഭവനക്കാരെ എനിക്ക് കാണണം. അങ്ങനെ വളരെയധികം ഹൃദയത്തിനകത്ത് ഭാരത്തോടെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഞാൻ വീട്ടിലേക്ക് വരുവാ, എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ കാണണം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആദ്യമായിട്ട് നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ ആ ഭവനത്തിൽ വെച്ച് കണ്ടു. ഇപ്പോഴും ഓർക്കുന്നു, യാക്കോബ് യേശാവിനെ മീറ്റ് ചെയ്യാൻ സമയത്ത് യേശാവിൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ കലിയ, ആരെ കൊല്ലണം, യാക്കോബിനെ കൊല്ലണം. പക്ഷേ യേശാവിനോട് ദൈവം സംസാരിച്ച് അവനെ തൊട്ടു പോകരുത്. ഇതേപോലെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ജ്യേഷ്ഠനെ ഒരുക്കി തന്നു. അവന് എന്നോട് നല്ല ദേഷ്യമാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. പക്ഷേ അത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ വളരെ ശാന്തനായി, വളരെ സ്നേഹത്തോടെ അവൻ എന്നോട് ഇടപെടുവാൻ തക്കവണ്ണമിടയായി. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വീട്ടിലായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണ്ടി ദൈവം അവനെ കൊണ്ട് ഭവനത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവരിപ്പിക്കാൻ തക്കവണ്ണമിടയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. പിന്നീട് ഞാൻ അറിഞ്ഞു, എൻ്റെ പിതാവ്, ഞങ്ങൾ ഉപേക്ഷിച്ച് പോയ പിതാവ് വളരെയധികം ഭാരത്തോടെ, വളരെയധികം രോഗിയായിട്ട് താൻ കിടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സങ്കടം തോന്നി. എൻ്റെ പിതാവിനെ സന്ദർശിക്കാൻ ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ പിതാവിനെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. കാരണം അതുപോലുള്ളൊരു അവസ്ഥയിലായിരുന്നു താൻ. ഏതായാലും തന്നെ കണ്ട് എൻ്റെ കൂട്ടുകാരൻ റീസർ എന്ന് പറയുന്ന കൂട്ടുകാരനുമായിട്ടാണ്, ട്രൈബൽ മിഷനിലുണ്ടായിരുന്ന റീസർ എന്ന് പറയുന്ന കൂട്ടുകാരനുമായിട്ട് ഞാൻ കടന്നു പോയത്. അവിടെ കടന്നു ചെന്നു. അവരെ കണ്ട് വളരെ സന്തോഷത്തോടെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. തിരിച്ച് അട്ടപ്പാടിയിൽ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. അവിടെ വെച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വാപ്പയെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാ, എനിക്ക് ഇയാളെ നോക്കി മതിയായി, ഞാൻ കളയാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പയെ ഞാൻ തിരിച്ച് എൻ്റെ അടുക്കിലേക്ക്, ഞാൻ ഡോക്ടറങ്ങളോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ എന്നെ പറഞ്ഞു, തീർച്ചയായിട്ടും വാപ്പയും കൊണ്ടുപോരാൻ ഐസക്ക് നോക്കിക്കോ, ഞാൻ ഐസക്ക് എന്നറിയപ്പെടുന്നത്, ഐസക്ക് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ എൻ്റെ അവിടെ ഉള്ള ഹോസ്പിറ്റലിൽ നീണ്ട 1 മാസത്തോളം ചികിത്സിക്കാൻ ദൈവമായ കർത്താവ് അവിടെ വരുത്തി. അവിടെ വെച്ച് എൻ്റെ വാപ്പ അവിടെ വന്നപ്പോൾ ഒരിക്കൽ എന്നെ ശപിച്ച് ഇറക്കി വിട്ട എൻ്റെ ഉമ്മ അവിടേക്ക് വന്നു. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതാ, വേണ്ടാന്ന് പറഞ്ഞ് ശപിച്ച ഉമ്മയാണ്. അവരെന്നെ ഞങ്ങളെ കാണാൻ അവിടെ വന്നു. എൻ്റെ ജ്യേഷ്ഠൻ അവിടെ വന്നു, അനിയൻ വന്നു. ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെ തിരിച്ചു തന്നു. പക്ഷെ അവരാരും എപ്പോഴും വിശ്വാസത്തിലൊന്നുമല്ല. അവരിപ്പോഴും ആഗ്രഹിക്കുന്നു ഞാൻ തിരിച്ച് മുസ്ലിമായിട്ട് ചെല്ലണം. പക്ഷേ അവരാരും ഇപ്പോൾ വിശ്വാസത്തിലല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്ന സ്നേഹം അത് ഏറ്റവും വലിയ സ്നേഹമാണ്. അവരെല്ലാം തിരിച്ച് എന്നെ കാണാൻ വന്നു. അതിനുശേഷം വളരെ കാലമായിട്ട് പലരും ചോദിക്കുന്ന കാര്യമായിരുന്നു, ഇസ്മായിൽ നിനക്ക് ആര് പെണ്ണ് തരും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ മുസ്ലിം മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നതെന്ന്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, അനേകരായിട്ടുള്ള ഇസ്ലാമിക സഹോദരന്മാർ എൻ്റെ യേശു കർത്താവിനെ അറിഞ്ഞതായിട്ടുണ്ട്. എന്നെ അന്വേഷിച്ച് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മലപ്പുറത്ത് നിന്ന് കടന്നു വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരാളെ കൂടെ മുട്ടാൻ എനിക്ക് സാധിച്ചല്ലോ. പിന്നീടാണ് ഞാൻ അറിയുന്നത് റംല തോമസ്, ഷമീർ കൊല്ലം, ഇങ്ങനെ പല ദേവദാസന്മാരെ കുറിച്ച് ഞാൻ കേട്ടു. അങ്ങനെ ഷാജഹാൻ പാസ്റ്ററിൻ്റെ അടുക്കൽ വന്നു, സംസാരിച്ചു. അദ്ദേഹം കടന്നുപോയി. പിന്നീട് ഇതേ ഷാജഹാൻ പാസ്റ്റർ ഷമീർ പാസ്റ്ററുമായിട്ട് എന്നെ മീറ്റ് ചെയ്യിച്ചു. ആദ്യമായിട്ടൊരു കൺവെൻഷന് പ്രസംഗിക്കാൻ താൻ എന്നെ വിളിച്ചു, ഒരു സാക്ഷ്യം പറയാൻ താൻ എന്നെ വിളിച്ചു. അങ്ങനെ പല രീതിയിൽ എനിക്ക് ഇവരെയൊക്കെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഞാൻ തന്നെയല്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അന്ന് ഞാൻ അനുഭവിച്ച വേദന കൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, ദൈവസ്നേഹമെന്ന് പറയുമ്പം ആര് ക്രിസ്തുവിനെ അറിഞ്ഞാലും ക്രിസ്തുവിൽ നിലനിർത്തുവാൻ ഉതകത്തക്കതായ ശ്രേഷ്ഠമായ സ്നേഹമാണ് ദൈവസ്നേഹം. അങ്ങനെ ഇവരൊക്കെ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ധൈര്യമായി. പിന്നീട് ഒളിച്ച് താമസിച്ചിരുന്ന് ഞാൻ പയ്യെ വെളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയ ഷമീർ പാസിൻ്റെ പെങ്ങൾ ജാസ്മിനുമായിട്ടുള്ള വിവാഹം കർത്താവിൻ്റെ കൃപയാൽ തീരുമാനിക്കാനിട വന്നത്. 2010 ഡിസംബർ 29 അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ വിവാഹം അട്ടപ്പാടിയിൽ വെച്ച് നല്ല രീതിയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഡോക്ടർ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ വിവാഹം നല്ല രീതിയിൽ കർത്താവ് നടത്തി. പ്രിയ അങ്കിളും ആൻറ്റിയും, ജേക്കബ് കുരുവുള്ള അങ്കിളും പ്രിയ അണ്ണമ്മ ആൻറ്റിയും കടന്നു വന്നു. അവരാണ് ഈ കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്തത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു,
ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര വലുതാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അവിടെ വെച്ച് പടിപടിയായി എന്നെ ഉയർത്തി. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വാക്കുകൾ കൊണ്ട് പറയാനും എത്രമാത്രം വർണ്ണിക്കുവാനും എനിക്ക് കഴിയില്ല. കാരണം അത് വർണ്ണനാതീതമായ ഒരു സ്നേഹമാണ്. അട്ടപ്പാടിയിലെ 11 വർഷങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ വർഷങ്ങളായിരുന്നു. കാരണം ഓരോ പടിപടിയായിട്ട് എൻ്റെ കർത്താവോട് ഉയർത്താൻ തക്കവണ്ണമിടയായി. ഓരോ കാര്യങ്ങൾ എന്നെ കർത്താവ് പഠിപ്പിച്ചു. ക്രിസ്തീയത എന്തെന്ന് കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് അവിടെ വരുത്തി. അവിടെ നിന്ന് 2011 വിവാഹത്തിന് ശേഷം ഞങ്ങൾ കടന്നു വരാൻ തക്കവണ്ണമിടയായി. കൊല്ലത്ത് പ്രിയ ജാസ്മിൻ്റെ ഭവനത്തോട് ചേർന്ന് ഭവനത്തിൽ അല്പ ദിവസങ്ങൾ ഞങ്ങൾ പാർത്തു. ഞങ്ങൾക്ക് 2011 കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതൽ നൽകി. ജോഷുവ എന്നാണ് അവൻ്റെ പേര്. അവനെ ലഭിക്കുന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അല്പമല്ലാത്ത പ്രയാസങ്ങളുണ്ടായിരുന്നു. അവനെ കിട്ടത്തില്ല എന്നുള്ള നില വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദിവസം കമ്മിറ്റ് ചെയ്തു, കർത്താവ് നിൻ്റെ ഹിതപ്രകാരം ഞങ്ങൾ ജീവിച്ചു കൊള്ളാം, നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളാം. അങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. 2011 വീണ്ടും AG സ്കൂളിൽ, കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് AG സ്കൂളിൽ 6 മാസത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് കഴിഞ്ഞ ഏകദേശം 2012 മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ, ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ട് ഇസ്മായിൽ ക്രിസ്ത്യാനിയായെന്ന് പലരും ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ മറുപടി ഇതാണ്. ഏതെങ്കിലും അത്ഭുതങ്ങളെ കണ്ടിട്ടോ അടയാളങ്ങളെ കണ്ടിട്ടോ അല്ല ഇസ്മായിൽ ക്രിസ്ത്യാനിയായത്. മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യം, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു, വചനം ജഡമായി തീർന്നു. ഈ വചനം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ വചനം എന്നോട് സംസാരിച്ച ആ യേശു, ഞാൻ പറയട്ടെ, എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞു. മറിച്ച് യേശു എന്നോട് നേരിട്ട് സംസാരിച്ചു. ഈ സകല ചരാചരങ്ങളെയും ഉളവാക്കിയ സർവശക്തനായ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പറയട്ടെ, അവൻ കേൾക്കുന്നവൻ മാത്രമല്ല, അവൻ സംസാരിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. ഈ കർത്താവ് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഈ കർത്താവിനെ എനിക്ക് വിശ്വാസമായത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത മാറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അത് വളരെയധികം വലിയ മാറ്റങ്ങളാണ്. കഠിനമായ പാപസ്വഭാവം ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തെ മാറ്റി ഒരു നിർമ്മല മനസ്സിന് ഉടമയാക്കി തീർത്ത മഹാദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഇന്ന് ഈ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ എനിക്ക് സാധ്യമാകുന്നത് എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ തകർന്ന ഹൃദയത്തോടെ, ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിൽ വരെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ക്രിസ്തുവിൻ്റെ മാർഗം, ഇത് നിങ്ങളെ വിടുവിക്കുവാൻ ശക്തിയുള്ള മാർഗമാണെന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ കേൾക്കുന്ന നിമിഷം തന്നെ ഹൃദയത്തിനകത്ത് ഭാരത്തോടെ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയോടെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, എന്താണ് സത്യമെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം എടുത്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകുവാൻ കഴിയുകയില്ല. ലോകത്തിൽ പാപങ്ങളെ മോചിക്കുവാൻ, രക്ഷ നൽകുവാൻ, ദൈവിക സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഭൂമിക്ക് മീതെ ആകാശത്തിൻ്റെ കീഴെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ മാറ്റിയ കർത്താവ്, എൻ്റെ ജീവിതത്തിൽ സമാധാനത്തെ നൽകിയ ദൈവം, നിങ്ങളെയും സമാധാനം നൽകി അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇതുവരെയും എന്നെ നടത്തിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ കടപ്പെട്ടിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയ സഹോദരങ്ങൾ, പ്രിയ അങ്കിൾ, ആൻറ്റി, ജോസ് മാടശ്ശേരി പാസ്റ്റർ, ബ്ലസ്സി ചേച്ചി, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനു, അങ്ങനെ അനേക പ്രിയമുള്ളവരുണ്ട്. ട്രൈബൽ മിഷനിൽ എന്നെ 11 വർഷക്കാലം നല്ല രീതിയിൽ വളർത്തി, നല്ല രീതിയിൽ നടത്തിയ പ്രിയ ഡോക്ടറുകൾ കുടുംബം, അതുപോലെ ട്രൈബൽ മിഷനിലെ എല്ലാ പ്രിയമുള്ളവരും, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ ദൈവം അറിയാതെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഒന്നുമില്ലാത്തവനായ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇറക്കി വിട്ട സമയത്ത് എനിക്ക് മാതാപിതാക്കളായി, എനിക്ക് സഹോദരങ്ങളായി അനേകർ തീർന്നു.
അവരെല്ലാം ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിപ്പോൾ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പുതുപ്പടപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് IPCയുടെ വേങ്ങൂർ സെൻറ്ററിൻ്റെ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അങ്ങളുടെ കീഴെ ഒരു കൊച്ചു സഭ പയനീർ ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവമായ കർത്താവ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അനുഗ്രഹകരമായി നടത്തുന്നു. ദൈവത്തിൻ്റെ വചനവുമായി അനേകയിടങ്ങളിലേക്ക് പോകുവാൻ കർത്താവിനെ സഹായിക്കുന്നു, ഞങ്ങളെ സഹായിക്കുന്നു. അതിനായിട്ട് ഞാൻ സകല മാനവമഹത്വം എൻ്റെ കർത്താവിന് കൊടുക്കുകയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഒരു പ്രിയ സഹോദരൻ ഷിജോ കൂടലാണ്. തന്നോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. തന്നെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. അനേകർക്ക് ഇത് ഒരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം കണ്ണുള്ള ദൈവമാണ്. നമ്മെ ഉള്ളതുപോലെ കാണുന്ന, നമ്മുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ സകല ചിന്തകളും തിരിച്ചറിയുന്ന ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുമ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല നിത്യമോക്ഷവും പ്രാപിക്കുവാൻ ഈ കർത്താവിനാൽ നമുക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. യേശു കർത്താവ് എങ്ങനെ പറഞ്ഞു? ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ നല്ല യേശുവിൽ വിശ്വസിച്ച് അവനു വേണ്ടി ജീവിതത്തെ കൊടുത്ത് ഹൃദയം സമർപ്പിച്ച് നമ്മുടെ പാപ വഴികളെ വിട്ടൊഴിഞ്ഞ് സമാധാനത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ നല്ല പാതയിലേക്ക് എൻ്റെ മാന്യ ശ്രോതാക്കളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ നല്ല കർത്താവിനെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും നിലനിൽക്കുവാൻ മുഖാന്തരമായ അനേക സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.